ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ ഗൈസ്? സാരി ഉടുക്കാൻ അറിയാത്ത എനിക്ക് എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് സാരി ഉടുപ്പിച്ച് തരുന്ന അമ്മയുടെ കഴിവുകളാണ് തുടക്കം തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സാരി ഉടുപ്പൊക്കെ കഴിഞ്ഞ് എന്നത്തെയും പോലെ തന്നെ ഞാൻ ലാക്മേയുടെ ഒരു മോയ്സ്ചറൈസർ വാരി മുഖത്തങ്ങ് പൂശി. എൻ്റെ തുടപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും തൊലിയൂരി പോകുമല്ലോ എന്ന്. അതുപോലെ തുടച്ചു. പിന്നെ കുറച്ച് പൗഡർ വാരി വിതറി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ എടുത്തില്ല. ആകെ ഒരു മോയ്സ്ചറൈസർ, ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു സൺക്രീം, പിന്നെ കുറച്ച് പൊട്ടിയിടൽ. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പൗഡർ വാരി ഞാൻ വിതറും. അങ്ങനെ പൗഡറൊക്കെ ഇട്ടു. മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പിന് വേണ്ട സാധനങ്ങളൊന്നും അങ്ങനെ ഒരുപാട് എടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ കരുതും ഇതിലും വിഷാദമായി ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. ഇല്ല, ഐലൈനർ, പിന്നെ നമുക്ക് മറ്റേ സിന്ദൂരം ഇടാനുള്ള ഷെയ്ഡിൻ്റെ ആ സാധനം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ആണിത്. പിന്നെ കമ്മലുകൾ പിന്നെ എനിക്ക് ഏതൊക്കെ കളർ ഡ്രസ്സുണ്ടോ അതിനൊക്കെ ഒത്ത കമ്മലുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ എവിടെയും പിടിച്ചു നിൽക്കും. അങ്ങനെ നല്ലൊരു ഇടിവെട്ട് പച്ച കളർ ജുമുക്കയും വാരി കാതിലിട്ടുകൊണ്ട് ഇവിടെ തുടങ്ങുകയായി എൻ്റെ കഴിവുകൾ. അങ്ങനെ കമ്മലിട്ടു, പൊട്ടിട്ട് ലിപ്സ്റ്റിക്, അത് മറക്കത്തില്ലല്ലോ. അത് പിന്നെ ഏതുറക്കത്തിൽ നിന്നിട്ടാണ് ലിപ്സ്റ്റിക്ക് നമ്മൾ ഇടുമല്ലോ, അതുകൊണ്ട് അത് മറക്കാതെ എടുത്തു. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ കുളിച്ചതാണല്ലോ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മുടിയൊക്കെ ചിതറി. നിങ്ങളറിയണം ഞാൻ കുളിച്ച കാര്യം. കയ്യിലുള്ളൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് വെച്ച് സിന്ദൂരം ഇട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ നടത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ പച്ചക്കുപ്പിവളയുണ്ടായിരുന്നു. പച്ചക്കുപ്പിവളയിട്ട് ഞാനൊരു വിധമൊക്കെ റെഡി ആയപ്പോഴത്തേക്ക് എൻ്റെ ഡെയിലൂപ്പി റെഡി ആയിരുന്നു. അങ്ങനെ ഡെയിലൂപ്പി എടുത്ത് കണ്ണനെ കാണാൻ പോകണ്ടായോ രാധികയെന്ന് ചോദിച്ച് ഞാൻ ഡെലുവിനോട് കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഡെലുവിനെ മാറ്റിയിരുത്തിയിട്ട് അടുത്ത എൻ്റെ കലാപരിപാടികൾ തുടങ്ങി. മുടിയിൽ എൻ്റെ കാർക്കൂന്തലിലോട്ടാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ മുടിയൊക്കെ വാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് കെട്ടി. ഈ ചീപ്പ് കൊണ്ടുള്ള പിടുത്തം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, സ്വാഭാവികമായി തോന്നും മുടി ഊരി ഇപ്പം എൻ്റെ കൈ ഇരിക്കുന്നത്. പക്ഷേ ഇരിക്കത്തില്ല, കാരണം അതിൻ്റെ ഒറിജിനൽ ഹെയർ അല്ലേ. അങ്ങനെ മുടിയൊക്കെ വാരി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കെട്ടി. പിന്നെ ചീപ്പിനും മുടിയും തമ്മിലൊരു പിടിവലിയായിരുന്നു അവിടെ നടന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വാരി കെട്ടിക്കഴിഞ്ഞ് ചിടക്ക് കളയാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി പറിച്ചെടുത്തു. അങ്ങനെ ഞാൻ ലാസ്റ്റ് മുടിയുടെ അറ്റത്ത് കൊണ്ടുവന്നൊരു ക്ലിപ്പ് ഇട്ടിട്ടാണ് അമ്പലത്തിലോട്ട് പോയത്. അഴിച്ചിടാൻ താല്പര്യമില്ല. പിന്നെ മുടി അങ്ങ് താഴെ വരെ കിടക്കുവായതുകൊണ്ട് ഒത്തിരി കിടന്ന് അടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അടിഭാഗത്ത് കൊണ്ടുവന്നൊരു കുഞ്ഞി ക്ലിപ്പ് വിട്ടു. അങ്ങനെ കുഞ്ഞിക്കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് അണിഞ്ഞൊരുങ്ങി ഗൈസ്. എങ്ങനെയുണ്ട്? സുന്ദരിയല്ലേ?